Hi, I am Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഡീനിയത്തിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഏതെല്ലാം വിധത്തിലാണ് അഡീനിയം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് എൻ്റെ അഡീനിയം തോട്ടം. ഈ തെങ്ങിൻ്റെ ചുറ്റിലുമാണ് ഇത് കാണുന്നത്. കണ്ടില്ലേ? വിവിധ ഇനങ്ങളെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് കണ്ടോ ഒരിനം, ഇത് വേറെ ഒരിനം, ഇത് സിംഗിൾ പെറ്റലാണ്, ഇത് ഡബിൾ പെറ്റൽ, ഇത് വൈറ്റിൻ്റെ സിംഗിൾ പെറ്റൽ, ഇത് കണ്ടോ വേറൊന്നും, അത് ഡബിൾ പെറ്റലാണ്, വൈറ്റും പിങ്കും കൂടെ. ഇത് വേറൊരു വെറൈറ്റി. അതാണ് കായ, അത് മൂത്ത് വരുന്നതേ ഉള്ളൂ കായ. ഇത് നോക്കിയേ, മറ്റേതിൽ വൈറ്റ് ആയിരുന്നില്ലേ, ഇതിൽ വന്നപ്പോഴേക്ക് റെഡ് കൂടുതലായിട്ട്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണേ. 3 വിധത്തിൽ ചെയ്യാം, പക്ഷേ ഞാനിവിടെ 2 വിധമാണ് കാണിക്കുന്നത്. കാരണം ഒന്ന്, മണ്ണും ചാണകപ്പൊടിയും മണലും ചേർത്തിട്ടുള്ള മിശ്രിതത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് മണൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മൂടുന്നതിന് വേണ്ടി ചകിരിപ്പൊടി ഉപയോഗിച്ചുള്ള ഒരു മെത്തേഡ്. മൂന്നാമത്തത് ടിഷ്യൂ പേപ്പറിൽ വിത്തിട്ട് അതിനെ മുളപ്പിച്ച് മാറ്റി നടുന്ന ഒരു രീതി. മറ്റൊരു രീതി പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിങ് ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. കട്ടിങ് ഉപയോഗിക്കുമ്പോൾ പക്ഷേ കോഡക്സ്, ഇത് കണ്ടില്ലേ, ഈ കോഡക്സ് വലുതായി വരാൻ വളരെ കാലമെടുക്കും. അപ്പോൾ അഡീനിയം ചെടിയുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് വലിയ കോഡക്സാണ്. അപ്പം കോഡക്സ് വേണമെങ്കിൽ നമ്മൾ വിത്തിട്ട് തൈച്ചെടി ഉണ്ടാക്കി നല്ല വെറൈറ്റി വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓർഡിനറി വെറൈറ്റികൾ നമുക്ക് വൈറ്റ് കിട്ടും, റെഡ് കിട്ടും, ലൈറ്റ് പിങ്ക് കിട്ടും. ബാക്കിയൊക്കെ മൾട്ടി പെറ്റൽ വെറൈറ്റീസൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പ് മുറിച്ച് നടുന്ന രീതികളെക്കുറിച്ചല്ല നോക്കുന്നത്, വിത്തിട്ട് ഏതൊക്കെ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് വിത്ത്, കണ്ടില്ലേ? വലിയ ബീൻസ് പോലെ കാണപ്പെടും. ഇതിനുള്ളിലാണ് അതിൻ്റെ വിത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇത് മൂത്ത് കഴിയുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ? ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പൊട്ടിപ്പോകില്ല. ഇത് കണ്ടോ, തന്നെത്താനെ പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതങ്ങ് പറന്നു പോകും. ഇതിപ്പോൾ ഇതിൻ്റെ ചുവട്ടിലുണ്ട്. ഇതിങ്ങനെ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതേപോലെ പറന്ന് എവിടേക്കെങ്കിലും പോകും. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിക്കുന്നത്. ഇതിപ്പം തുറന്നു വരുന്നതേ ഉള്ളൂ.
ഇതിനെ വേണമെങ്കിൽ നമുക്ക് രക്ഷിക്കാം. ഇതേപോലെ ഉണങ്ങിയിട്ടുണ്ട് ഓൾറെഡി. റബ്ബർ ബാൻഡിൻ്റെ ആവശ്യമില്ല, കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വിത്തിനെ നമുക്ക് ശേഖരിക്കാം. ഇത് കണ്ടോ, ഈ വിത്തിനെ നമുക്ക് ഇതേപോലെ ശേഖരിക്കാം. അപ്പോൾ ഒന്നാകെ ആ ബീൻസ് ഉണങ്ങി എന്ന് മനസ്സിലായാൽ അതിനെ എടുത്തുകൊണ്ട് പോയി കണ്ടില്ലേ, ഇതിൻ്റെ ചുവട്ടിലൊക്കെ വീണ് പറന്നു പോകും. ഇതിപ്പം പൊട്ടിയിട്ട് അധികം നേരമായിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, പറന്നു പോകും. കണ്ടില്ലേ, ഇതാണ് അപ്പൂപ്പൻ താടിയോടുകൂടി വിത്ത് കാണുന്നില്ലേ, ഇതാണ് അതിൻ്റെ വിത്ത്. അതിൻ്റെ കായ്കൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇത് കണ്ടോ. ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് ഈ വിത്തിനെ വേർതിരിച്ചെടുക്കുന്നതാണ്. ഇതാ ഇതേപോലെ ഈ രണ്ട് വശങ്ങളെയും കളഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതേപോലെ കിട്ടും. വേണ്ടില്ലേ, അഡീനിയം പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ വിത്ത് തിരഞ്ഞെടുക്കുന്നതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നല്ല വിത്തുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ വിത്തുകളെ തൊടുമ്പോൾ ഇതിന് ഞെങ്ങിപ്പോകുന്ന വിത്താണെങ്കിൽ കണ്ടോ, ഇതൊക്കെ ഞെങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ആ വിത്തുകൾ നമുക്ക് പറ്റുന്നതല്ല. അങ്ങനെയുള്ള വിത്തുകളെ മാറ്റിയ ശേഷം നല്ല വിത്തുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ഇത് ഞാൻ തിരഞ്ഞെടുത്ത് വെച്ച വിത്താണ്, ഇതിൽ കളയുവാനില്ല, ബാക്കിയൊക്കെ നേരത്തെ ഞാൻ നോക്കിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളമെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് മെല്ലെ ഒരു നനവ് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 മണിക്കൂർ ഈ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഇതേപോലെ ഇട്ട് വെക്കുക. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ പേപ്പറിൽ എങ്ങനെയാണ് വിത്തുകൾ മുളയ്ക്കാൻ വെക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മെല്ലെ നനച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഈ പേപ്പർ നല്ലവണ്ണം നനഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ പാത്രത്തിൽ വെച്ചു. നമുക്കിഷ്ടമുള്ള ഒരു പാത്രം തിരഞ്ഞെടുക്കാം. അതിനുശേഷം അതിൽ ഈ വിത്തുകളിൽ കുറച്ചെണ്ണം എടുത്ത് പരത്തി എല്ലായിടത്തും വരത്തക്കവണ്ണം ഇടുക. കണ്ടില്ലേ, ഇതേപോലെ പരത്തിയിട്ട ശേഷം വേറൊരു പേപ്പർ കൊണ്ട് അതൊന്ന് മൂടി വെക്കുക. ആ പേപ്പർ ഒന്ന് മെല്ലെ മിസ്റ്റ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് മിസ്റ്റ് ചെയ്ത് ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് 3 ദിവസം കഴിയുമ്പോൾ ഉള്ള അപ്ഡേറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റൊക്കെ നമുക്ക് കാണാം.
ഇതാണ് ഒന്നാമത്തെ രീതി. ടിഷ്യൂ പേപ്പറിൽ നനഞ്ഞ വിത്തുകളെ ഇട്ട് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ മണലിലാണ്. അതാണ് ഏറ്റവും വിജയകരമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം മണ്ണും മണലും കൂടെ ചേർന്ന മിശ്രിതത്തേക്കാൾ കൂടുതലായിട്ട് ഒരു 95% കൂടുതൽ വിത്തുകളും മുളച്ചു വരും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ മണലുപയോഗിച്ച് മണലിൽ നമ്മളെ വിത്തുകളിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഇത് നോക്ക്, നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ മണലെടുക്കുക. എന്നിട്ട് അതിനെ നനച്ചിട്ട് ആദ്യം തന്നെ നനച്ചോ, അതിന് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലവണ്ണം നനച്ച് വെച്ചാൽ മണലെടുക്കുക. അതിനുശേഷം ഈ വിത്തുകൾ എല്ലായിടത്തുമായിട്ട് പരത്തിയിടുക. അകലത്തിൽ ഇതുപോലെ ഏതെങ്കിലും കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക. ഉണ്ടല്ലേ, ഇവിടെ കുറച്ച് ഏറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് കഴിഞ്ഞ ശേഷം നമ്മളൊരു കവറ് പോലെ, സാധാരണ നമ്മൾ വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിട്ട് കൊടുക്കുകയില്ലേ, അതിന് പകരമായിട്ട് നമ്മളിവിടെ എന്താണ്, ചകിരിച്ചോറ് നനച്ചതാണിത്. ഇതെങ്ങനെ ഇട്ട് കൊടുക്കുന്നു, ഒരു ലെയർ. അപ്പോൾ ഒരു തണുപ്പൊക്കെ നിൽക്കും. അതേസമയം മണലിൽ അത് വളർന്നു വരാൻ എളുപ്പവുമുണ്ട്. ഇത്ര മതി. ഒരു നേർമ ലെയർ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ ഇട്ട് വെച്ച ശേഷം വീണ്ടും നമ്മൾ നല്ലവണ്ണം ഇത് കണ്ടില്ലേ, ഇതേപോലെ നനച്ച് നമ്മൾ തണലിൽ വെക്കും. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ രണ്ട് രീതിയിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്താൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അടീനിയത്തിൻ്റെ വിത്ത് 2 വിധത്തിലാണ് നട്ടത്. ഒന്ന് മണലിൽ നട്ടു, ഒന്ന് ടിഷ്യൂ പേപ്പറിൽ നട്ടു. അതിൻ്റെ 7ാമത്തെ ദിവസത്തെ ഫലമാണ് ഇവിടെ കാണുന്നത്. ഇത് നോക്കിയേ, മണലിൽ നട്ടത് നല്ലവണ്ണം എല്ലാം കിളിർത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നല്ല തിക്കായിട്ടുള്ള സ്റ്റെമ്മും 2 ഇലകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചെണ്ണം കൂടെ പൊട്ടി മുളച്ച് വരുന്നുമുണ്ട്. ഇതും നല്ലവണ്ണം മുളച്ചിട്ടുണ്ട്. അതിൻ്റെ ആ സപ്പോർട്ട് കുറവായതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് കിടക്കുന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, മുളച്ചിട്ടുണ്ട്. ഇനി കുറച്ചെണ്ണം കൂടെ മുളയ്ക്കാനുണ്ട്. ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. വീണ്ടും നമുക്ക് അപ്ഡേറ്റുകൾ നോക്കാം. 10 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് പോട്ടിംഗ് സോയിലിലേക്ക് മാറ്റി നടുകയും ചെയ്യാം. അപ്പോൾ ഈ 2 മെത്തേഡും നല്ലത് തന്നെയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം മണലിൽ നടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിന്നോളും. അപ്പോൾ പറിച്ച് നടുന്നതിന് ഇച്ചിരി താമസം വന്നാലും കുഴപ്പമില്ല. ഇത് ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു വിഷമം തോന്നും. അത് എത്രയും പെട്ടെന്ന് പോട്ടിംഗ് സോയിലിലേക്ക് നടണം, അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ നല്ലവണ്ണം മുളച്ചു വരും എന്നുള്ളത് രണ്ടും ഒരേപോലെ നല്ലതാണ്. അതേസമയം മണ്ണിലൊന്നും നട്ടാൽ ഇത്ര വേഗത്തിൽ മുളയ്ക്കില്ല, ഇത്ര എണ്ണവും മുളയ്ക്കില്ല. ഇതിപ്പം നമ്മുടെ അടീനിയത്തിൻ്റെ വിത്തുകൾ മണലിലാണ് നമ്മൾ മുളപ്പിച്ചിരിക്കുന്നത്.
ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇതൊക്കെ മണലാണ്. മുകളിൽ മാത്രം ഒരു തണുപ്പിന് മാത്രം ഇട്ടുണ്ടായിരുന്നുള്ളല്ലോ. അപ്പോൾ ഇത് 100% സക്സസ്സാണ്. മണ്ണിലൊന്നും നട്ടാൽ ഇങ്ങനെ എല്ലാം മുളച്ചു വരില്ല. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാവെള്ളത്തിൽ സൈറ്റോകൈനുകളുണ്ട്, അതുകൂടാതെ ഗിബർലിക് ആസിഡുമുണ്ട്. ഇവ വേര് നല്ലവണ്ണം പുഷ്ടിയായിട്ട് വളരാൻ സഹായിക്കും. അപ്പോൾ അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തു. അത് വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ കൊടുക്കുന്നത് സീവീഡ് സൊല്യൂഷൻ. ഇതും മുളപ്പിക്കുന്ന ചെടികൾക്കും ഇൻഡോർ ചെടികൾക്കും ഒക്കെ നല്ലതാണ്. അവയ്ക്ക് ആവശ്യമായ ന്യൂട്രീഷനൊക്കെ ലഭിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇത് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാം, ചില കടകളിലും കിട്ടും കേട്ടോ. ഞാൻ കിസാൻ എന്ന് പറയുന്ന കിസാൻ മിത്ര എന്ന് പറയുന്ന കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത്, കോഴിക്കോട്. മറ്റു സ്ഥലങ്ങളിലെ എനിക്കറിയില്ല. സാധാരണ എല്ലാ കടയിലൊന്നും ഇല്ല കേട്ടോ. ഇല്ലേ, നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 25 മുതൽ 30 ദിവസത്തിനിടയിൽ നമുക്ക് ഇനി പറിച്ച് മാറ്റി നടാം. കണ്ടോ, ഇപ്പം തന്നെ നല്ല പുഷ്ടിയായിട്ടല്ലേ വളർന്നിരിക്കുന്നത്. നിങ്ങൾക്കും തേങ്ങാവെള്ളം കൊടുത്ത് ട്രൈ ചെയ്യാം കേട്ടോ. നല്ലൊരു വളമാണ് തേങ്ങാവെള്ളം. അത്രയും കൂടെ എത്ര തേങ്ങാവെള്ളമാണ് എടുക്കുന്നത് അത്രയും കൂടെ വെള്ളവും ചേർത്തിട്ട് ചെടികൾക്കൊക്കെ കൊടുക്കാം. എന്നാൽ നമുക്ക് വീണ്ടും കാത്തിരിക്കാം. 100% സക്സസ്സാണ്, മാറ്റി നടുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 15 ദിവസം കൂടുമ്പോൾ നമുക്ക് സീവീഡ് സൊല്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം ഏകദേശം 2 പ്രാവശ്യം അങ്ങനെ കൊടുത്തിട്ട് പിന്നെ NPK വളം കൊടുത്തു കഴിയുമ്പോഴേക്കും നല്ലോണം വളർന്നു വരും. ഇത് കണ്ട 1.5 വയസ്സ്, 1.5 വർഷമേ ഉള്ളൂ ഇത്. അപ്പോഴേക്കും നല്ലോണം പൂക്കളുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറ് ചേർക്കാം. അതല്ലെങ്കിൽ ഇതിനെ പ്രൂൺ ചെയ്ത് നല്ല വൃഷിയാക്കി നല്ലോണം വളമൊക്കെ കൊടുത്ത് വളർത്തുകയും ചെയ്യാം. അപ്പം വിത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചെടിയുടെ വിത്താണോ ഇടുന്നത് അതേ ചെടികൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.